നമസ്കാരം സർ. വളരെ ഗുരുതരമായ ഒരു പ്രശ്നമാണത് വളരെ 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 ഗുരുതരമായ പ്രശ്നമാണ്. പക്ഷെ അദ്ദേഹം വിത്ത് റെസ്പെക്ട് പറയാണ്, സർഗസി മാത്രമാണ് കുട്ടികൾ ഉപേക്ഷിക്കപ്പെടുന്നത്, അത് മാത്രമാണ് ഇവിടെ നടക്കുന്നത്. അല്ലാത്ത കാര്യങ്ങളിലും കുട്ടികൾ ഉപേക്ഷിക്കപ്പെടുന്നുണ്ട്. ഇപ്പൊ ഞാൻ എന്റെ വ്യക്തിത്വം ഓപ്പൺ അപ്പ് ആയ സമയത്ത് പോലും ഉപേക്ഷിക്കപ്പെട്ടിട്ടുണ്ട് പലയിടത്തുനിന്നും. അപ്പൊ അതൊട്ടും അവഗണനകൾ ഉണ്ടായിട്ടുണ്ടോ? ഓഫ് കോഴ്സ് ഡിസ്ക്രിമിനേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അത് പിന്നെ ഇപ്പൊ ഇവിടെ ഒരു കേസ് പറഞ്ഞാൽ അതില് ഒരു അനുഭവം, അതായത് താങ്കളെ ഏറ്റവും തളർത്തിയ ഒരു അനുഭവം എന്തായിരുന്നു? സർ, അത് വീട്ടിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ആയി. വെൻ ഐ എം ഓപ്പൺ ടു മൈ ഐഡന്റിറ്റി ഒരു ട്രാൻസ് വുമൺ ആണെന്ന് പെട്ട സമയത്ത് എനിക്ക് എന്റെ മാതാപിതാക്കളിൽ നിന്നും ഡിസ്ക്രിമിനേഷൻ കംപ്ലീറ്റ്ലി ടെർമിനേറ്റഡ് ആയി. അതെ, കൊച്ചുപെട്ടിയിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയ ശേഷം വീട്ടുകാരുടെ ഒരു നിലപാട് അങ്ങനെ, അച്ഛനും അമ്മയൊക്കെ പിന്നെ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങിയോ അവര്? സമയമെടുത്തു. എന്നെ പള്ളിയിലെ വികാരിയച്ഛൻ വഴിയായിട്ടാണ് ആദ്യം വാർത്ത കണ്ടപ്പോൾ പറഞ്ഞു, എന്താ പറയാ, ഇതെന്താ ഇങ്ങനെ ഡ്രസ്സൊക്കെ ഇങ്ങനെ മാറ്റാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. അറിവ് എന്ന് വെച്ചാൽ ഇറ്റ് വിൽ ബി ടേക്ക് ടൈം. അതിനുശേഷമാണ് പതുക്കെ പൊരുത്തപ്പെട്ടു തുടങ്ങി. ഇപ്പൊ പൂർണ്ണമായും പൊരുത്തപ്പെട്ടു. നമ്മുടെ ഈ വാടക ഗർഭപാത്രത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അപ്പൊ ഇതേ ഉയർത്തിയ ഒരു പ്രശ്നം ഉണ്ടല്ലോ. അതായത് വേണമെങ്കിൽ നമുക്കറിയാം, സാധാരണ ഈ കുട്ടികളോട് അവഗണന കാണിക്കുന്ന പല മാതാപിതാക്കളും പല കാരണങ്ങളിലും ഉണ്ട്. അപ്പൊ അതുമായിട്ട് ഇതിനെ താരതമ്യപ്പെടുത്താൻ പറ്റുമോ? അതുമായിട്ട് താരതമ്യപ്പെടുത്താൻ പറ്റില്ല. ബിക്കോസ് എനിക്ക് ഒരു അമ്മയാവണം എന്ന് പലതവണ ചിന്തിച്ചിട്ടുണ്ട്. ബിക്കോസ് എന്റെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഞാനൊരു സിസ്റ്റർ മെന്നുമായി കല്യാണം കഴിച്ചു. ഗുജറാത്തി ആയിരുന്നു അദ്ദേഹം. ഞങ്ങൾ തമ്മിൽ 3 വർഷത്തോളം പ്രണയിച്ചിട്ടാണ്. അഹമ്മദാബാദുകാരനാണ്. അദ്ദേഹത്തെ കല്യാണം കഴിച്ചു കണ്ടുമുട്ടി ഫ്ലൈറ്റില്. എന്റെ അമ്മ ഒരു കണക്ഷൻ ഫ്ലൈറ്റിൽ വെച്ചിട്ടാണ് പരിചയപ്പെട്ടത്. അത് പിന്നെ പ്രണയമായ. അദ്ദേഹം ഗുജറാത്തിയാണ്, ഞാൻ മലയാളിയാണ്. ഇംഗ്ലീഷിൽ സംസാരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തുടങ്ങി. അതിനുശേഷം അദ്ദേഹം തന്നെയാണ് പ്രണയം എന്നോട് ആദ്യം പറഞ്ഞതും ഇങ്ങനെ ഒരു നമ്മുടെ ഫ്യൂച്ചറിനെ പറ്റി നിയമപരമായി എന്നെ കല്യാണം കഴിച്ചത്. അതിനുശേഷം ഇങ്ങനെ കുട്ടി ഉണ്ടാവണമെന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചിരുന്നു. പക്ഷെ പലതവണ ട്രൈ ചെയ്തു. 2021 സർഗോസി ആക്ട് പ്രകാരം ഒരു ട്രാൻസ് വുമണിനോ ഒരു ക്യൂർ മനുഷ്യർക്കോ ഇത്തരത്തിലുള്ള ഞങ്ങളെ പാടെ അവഗണിച്ചിരിക്കുകയാണ് ഇത്തരത്തിൽ. ബിക്കോസ് പൂർണ്ണമായി ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ കറുത്തതോ വെളുത്തതോ എന്നൊക്കെ ആണെങ്കിലും ഞങ്ങൾ എല്ലാ രീതിയിലും പരിരക്ഷയും കൊടുത്ത് വളർത്താമെങ്കിൽ പോലും ഞങ്ങളെ ഇന്ത്യൻ നിയമം ലോ അനുസരിച്ച് സർഗസി ആക്ഷൻ പ്രകാരം ഞങ്ങൾക്ക് ഒരു കുട്ടീനെ എന്തുകൊണ്ട് ഒരു ദത്ത് കുട്ടീനെ സ്വീകരിക്കാൻ പാടില്ലേ? സർ, അത് ദത്തെടുക്കാനും ഞങ്ങൾക്ക് ബ്ലഡ് ഞങ്ങൾക്ക് ഡൊണേറ്റ് ചെയ്യാൻ പോലും ഇന്ത്യൻ ഭരണഘടന ഇപ്പൊ വന്ന ഈ ഒരു പുതിയ അമെൻഡ്മെന്റ് ബില്ലിൽ പോലും അത് പ്രതിപാദിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഐഡന്റിറ്റീനെ. അപ്പൊ അതുകൊണ്ട് ഡേ ടു ഡേ ലൈഫിൽ ഞങ്ങൾ ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വലിയൊരു ഇവര് പറഞ്ഞപ്പോ എനിക്ക് ഇടപെടാൻ തോന്നിയ ഒരു കാര്യം, അതായത് ഇപ്പൊ ഭാര്യയും ഭർത്താവും തീരുമാനിക്കുന്നു ഒരു വാടക ഗർഭധാരണം നടത്താമെന്ന്. അവര് നല്ല അവസ്ഥയിൽ ഉണ്ടാകുമ്പോൾ തീരുമാനിച്ചിട്ട് ഈ ഒരു 9 മാസത്തിന്റെ ഇടയിൽ അല്ലെങ്കിൽ ഒരു 10 മാസത്തിന്റെ ഇടയിൽ അവർ തമ്മിൽ പിരിഞ്ഞു കഴിഞ്ഞാൽ, ഒരു മീമി എന്ന് പറഞ്ഞിട്ട് ഒരു ഹിന്ദി മൂവി ഉണ്ടായിരുന്നു, അവർ തമ്മിൽ പിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് ആര് സ്വീകരിക്കും എന്നുള്ള ഒരു പ്രശ്നം വന്നു. ഇത് കോടതിയുടെ മുമ്പിൽ എത്തിക്കഴിഞ്ഞാലും കുഞ്ഞ് ജനിച്ചല്ലോ, പിന്നെ എന്ത് ചെയ്യും? ഇത് തന്നെയാണ്, ഇതെല്ലാം അഡ്രസ്ഡ് ആണ്. നമ്മുടെ ആസ് പെർ ദ റൂളിൽ ഇതെല്ലാം അഡ്രസ്ഡ് ആണ്. അതായത് കുട്ടി ഇവർക്ക് എന്തെങ്കിലും മരിച്ചു പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഇത് ഡിവേഴ്സ് ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, നമ്മളെ കോൺട്രാക്ട് എഴുതുമ്പോൾ തന്നെ. പിന്നെ ഒരു കാര്യം ഐ തിങ്ക് മനസ്സിലാക്കേണ്ടത്, ഈ സറഗസി എന്ന് പറയുന്നത് ഗർഭപാത്രം മാത്രമാണ് ഒരു ഭൂരിഭാഗം സമയത്തും വാടകയ്ക്ക് എടുക്കുന്നത്. ആ ഒരു ഇന്ത്യൻ പാരന്റ്സ്, അതായത് ഒരു കപ്പിളിന്റെ ഭർത്താവിന്റെ ബീജവും വൈഫിന്റെ, ഇന്ത്യക്കാർക്ക് മാത്രമേ ഉള്ളല്ലോ, ഇന്ത്യക്കാർക്ക് മാത്രമേ അത് ഇന്ത്യൻ സിറ്റിസൺസ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഒരു ഭാര്യയും ഭർത്താവും ഗ്യാമേറ്റ്സ് ഉപയോഗിച്ചിട്ട് അവരുടെ സ്വന്തം ജെനറ്റിക് ചൈൽഡാണ് വേറൊരാളുടെ ഗർഭപാത്രത്തിന്റെ അകത്തിരുന്ന് പ്രസവിക്കുന്നത്. സാറേ ഒന്ന് ഇടപെട്ടോട്ടെ. അല്ല, ഞാൻ വേറൊരാളുടെ ഒരു പ്രശ്നം പറയുന്നില്ല. ഞാൻ പറഞ്ഞത് ഇതാണ്, ഭാര്യയും ഭർത്താവും പിരിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പേരൻസിന് കസ്റ്റഡി ഓൾറെഡി ഡിക്ലെയർഡ് ആണ്. അൺബോൺ ചൈൽഡിന്റെ കസ്റ്റഡി, ജനിച്ചിട്ടില്ലാത്ത കുട്ടിയുടെ കസ്റ്റഡി ഓൾറെഡി ഡിക്ലെയർഡ് ആണ്. അത് കഴിഞ്ഞ് അവർ തമ്മിൽ സെപ്പറേറ്റഡ് ആവുകയാണെങ്കിൽ പിന്നെ വരുന്നത് ഗാർഡിയൻഷിപ്പ് ആക്ട്. നമ്മുടെ സാധാരണഗതിയിൽ സാധാരണ നിയമങ്ങളാണ് അവർക്ക്